ജിയോയും എയർടെലും വിഐയും എല്ലാം അവരുടെ റീചാർജ് പ്ലാനിന്റെ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഒരുപാട് പേര് BSNL മാറാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ BSNL പോർട്ട് ചെയ്യുന്നവരും BSNL പുതിയ സിം എടുക്കാൻ നിൽക്കുന്നവരൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഏരിയയിൽ BSNL റേഞ്ച് ഉണ്ടോ എന്നും നിങ്ങളുടെ ഏരിയയിൽ BSNL നെറ്റ്വർക്ക് സ്പീഡ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ അതേപോലത്തെ ഒരുപാടധികം യൂസ്ഫുൾ വീഡിയോസ് ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ BSNL മാറാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പൊ ഒരു ലൊക്കേഷനും പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ മേലെ ഓൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ സിമ്മുകളും നെറ്റ്വർക്ക് ടൈപ്പും വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ BSNL സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം 2G 3G 4G 5G എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഏരിയയിലെ എല്ലാ ഓപ്പറേറ്റർമാരുടെയും നെറ്റ്വർക്ക് സ്പീഡ് അവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് ഡൗൺലോഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടും അപ്ലോഡിംഗ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടും അവിടെ മേലെ കാണിക്കുന്നുണ്ടാവും. അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ BSNL എത്രയാണ് നിങ്ങളുടെ അവിടെ റേഞ്ച് എന്നുള്ള ഒരു കാര്യം നോക്കുക. അപ്പൊ ഇപ്പൊ എന്റെ ഏരിയയിൽ വന്നിട്ട് ജിയോ ആണ് ഏറ്റവും കൂടുതൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്നത്. അതായത് 71 MB ആണ് ജിയോന്റെ ഡൗൺലോഡിംഗ് സ്പീഡ്. അത് കഴിഞ്ഞ് എയർടെൽ, പിന്നെ VI, അത് കഴിഞ്ഞിട്ടാണ് BSNL വരുന്നത്. അപ്പൊ എന്റെ ഏരിയയിൽ BSNL നെറ്റ്വർക്ക് സ്പീഡ് വളരെ കുറവാണ്. അപ്പൊ ഞാനിപ്പോ BSNL എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇന്റർനെറ്റ് സ്പീഡ് ലഭിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ ഏരിയയിലുള്ള നെറ്റ്വർക്ക് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം മാത്രം BSNL പോർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ BSNL നെറ്റ്വർക്ക് കവറേജ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പൊ BSNL ടവറുകളെല്ലാം ഓരോ സ്ഥലത്തായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടവറുകളൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ മാസം മാസം ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ റേഞ്ച് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പോർട്ട് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾ BSNL പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോയതിനു ശേഷം ഓപ്പൺ സിഗ്നൽ എന്ന് അടിക്കുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ് സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.